ഓക്കെ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ IBPS PO മെയിൻസിന്റെ 2020 മെമ്മറി ബേസ്ഡ് പേപ്പർ ക്വസ്റ്റ്യൻസ് ആണ്, QA ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് നമ്പർ സീരീസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഫൈൻഡ് ദ പാറ്റേൺ ഓഫ് ദ സീരീസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. രണ്ട് സീരീസുകൾ തന്നിട്ടുണ്ട്, അതിന്റെ പാറ്റേൺ നമ്മൾ മനസ്സിലാക്കിയിട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യണം. അപ്പോൾ സീരീസ് എ 0.5, 3, 16, 97, P, 544. അടുത്ത സീരീസ് ബി എന്ന് പറയുന്നത് Q-400, 3.5P plus 172, 22962100. ഓക്കെ, ഇവയാണ് രണ്ട് സീരീസുകൾ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് സീരീസ് നോക്കാം. ഫസ്റ്റ് സീരീസിൽ 0.5, 3, 16, 97. ഓക്കെ, ലാസ്റ്റ് വരുമ്പോഴത്തേക്കും 97, പിന്നെ ഈ ഇവിടുത്തെ നമ്പർ മിസ്സിംഗ് ആണ് P, പിന്നീട് വലിയൊരു നമ്പറാണ് 5441. അപ്പോൾ എന്തായാലും ഇതൊരു മൾട്ടിപ്ലിക്കേഷൻ സീരീസ് ആവാനുള്ള ചാൻസ് ആണുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. 0.5നെ 3 ആക്കണം, 3നെ 16 ആക്കണം. അപ്പൊ ഇവിടെ നിങ്ങളിപ്പോ 0.5നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 3 ആവുന്നത്? ഇപ്പൊ ഡയറക്റ്റ് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ്. നമുക്ക് 6 കൊണ്ട് മൾട്ടിപ്ലൈ അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒന്നെങ്കിൽ ഇവിടെ 6 തന്നെ വരണം, അല്ലെങ്കിൽ 7ഓ അങ്ങനെ എന്തെങ്കിലും. പക്ഷെ ഇവിടെ ഇതൊരു 5th മൾട്ടിപ്പിൾ ആണ്, ഇവിടെ ഏകദേശം ഒരു 6th മൾട്ടിപ്പിൾ ആണ്. അപ്പൊ നമുക്ക് ഗസ് ചെയ്യാം, ഇവിടെ ഒരു 4th മൾട്ടിപ്പിൾ ഗസ് ചെയ്താൽ ഇൻറ്റു 4 പ്ലസ് 1 എന്ന് എഴുതാം. നമുക്ക് അങ്ങനെ ഗസ് ചെയ്യാം. അടുത്തത് അങ്ങനെയാണ് ഇൻറ്റു 5 പ്ലസ് 1, അത് കറക്റ്റ് ആവുന്നുണ്ട്. അപ്പൊ ഇത് ഇൻറ്റു 6 പ്ലസ് 1, അതും കറക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത എത്ര ആയിരിക്കും? ഇൻറ്റു 7 പ്ലസ് 1ഉം ഇത് ഇൻറ്റു 8 പ്ലസ് 1ഉം ആയിരിക്കും. അപ്പൊ 97നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 97നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്നതായിരിക്കും നമ്മളെ പി എന്ന് പറയുന്ന നമ്പർ. പി എന്ന് പറയുന്ന നമ്പർ 97 ഇൻറ്റു 7, അതിൻ്റെ കൂടെ പ്ലസ് 1 ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ 97ഉം 7 മൾട്ടിപ്ലൈ പെട്ടെന്ന് എങ്ങനെ ചെയ്യാം? 90 പ്ലസ് 7 എന്ന് ഇതിനെ സ്പ്ലിറ്റ് ചെയ്താൽ ഇൻറ്റു 7 ചെയ്യാം. 90 ഇൻറ്റു 7 എത്ര? 630 പ്ലസ് 7 ഇൻറ്റു 7 49. അപ്പൊ 630 679 വരും. അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടണമല്ലോ. അപ്പൊ 680 ആയിരിക്കും. അപ്പൊ പി നമുക്ക് എത്ര കിട്ടി? പിയുടെ സ്ഥാനത്ത് 680 എന്ന് കിട്ടും. ഓക്കെ, ഇനി 680 ഇൻറ്റു 8 പ്ലസ് 1 ആയിരിക്കും. നിങ്ങൾക്ക് വേണമെന്ന് കൺഫേം ചെയ്ത് നോക്കാം. ഓക്കെ, അത് തന്നെ ആയിരിക്കും ഈ നമ്പർ വരുന്നത്. അപ്പൊ നമുക്ക് പി കിട്ടി. ഇനി നമുക്ക് അടുത്ത ഏതാ? ഈ സീരീസിൽ നിന്ന് നമുക്ക് അടുത്തത് കണ്ടുപിടിക്കാം. അപ്പോൾ Q-400, ഇവിടെ 3.5P പ്ലസ് 172 എന്നാണ്. ഇവിടെ ബാക്കി നമ്പറുകളൊക്കെ ഉണ്ട്. ഈ നമ്പർ ഒന്ന് എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. 3.5P, 3.5P എന്ന് പറഞ്ഞാൽ പോയിന്റ് നിങ്ങൾക്ക് പാടാണെങ്കിൽ ഞാൻ അതിനെ 7/2 എന്ന് എഴുതാം. 7/2 ആണല്ലോ 3.5. ഇൻറ്റു എത്രയായിരുന്നു? 680 പ്ലസ് 172 കണ്ടുപിടിക്കാം. അപ്പൊ ക്യാൻസൽ ചെയ്യുന്നു. 68ന്റെ പകുതി 34, 340 വരും. അപ്പൊ 340 ഇൻറ്റു 7, 340 ഇൻറ്റു 7, 34 ഇൻറ്റു 7 ചെയ്യാം. 34ന്റെ സ്ഥാനത്ത് 30 ഇൻറ്റു 7 210 പ്ലസ് ഒരു 28, 210ഉം 28 കൂടെ 238. അപ്പൊ 2380 ആയിരിക്കും ഇവിടുത്തെ നമ്പർ. അപ്പൊ ഇവിടൊക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളില്ല. അപ്പൊ നമുക്കൊരു അഡീഷൻ സീരീസ് ആണ് ഗസ് ചെയ്യുകയാണെങ്കിൽ 2380യിൽ നിന്ന് ഇങ്ങോട്ടുള്ള മാറ്റം എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? കാരണം 2296 ഇങ്ങോട്ട് ആഡ് ചെയ്തിരിക്കുകയാണ്. അതായത് ഇവിടെ നിന്നാണ് ഇങ്ങോട്ട് കുറഞ്ഞു കുറഞ്ഞു പോവുകയാണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവാം. അപ്പൊ എത്രയാണ് കുറയുന്നത്? ഇപ്പൊ തിരിച്ച് കൂട്ടി നോക്കാം. അപ്പൊ 296 4 കൂട്ടിയാൽ 300 അപ്പോ 87. ഓക്കെ, ഇവിടെ ഒരു 172 കൂടെ ഉണ്ട്, അത് നമ്മൾ എഴുതിയില്ല. അപ്പൊ സോറി, ഇവിടെ ഞാൻ ക്യാൻസൽ ചെയ്തേ ഉള്ളൂ. 172 കൂടെ എഴുതിയേക്കാം. അപ്പൊ ഇവിടുന്ന് 380 വരെ ആവണമെങ്കിൽ എത്ര ചെയ്യാൻ പറഞ്ഞത്? 84. അപ്പൊ 84ന്റെ കൂടെ 72 കൂടെ ആഡ് ചെയ്താൽ 8ഉം 7ഉം 156. അപ്പൊ 256. ഓക്കെ, ഈ നമ്പർ 256 ആയി. ഇവിടത്തെ നമ്പർ 2100 നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ 196 ആണ്. ഇവിടെ 1954ന്റെ കൂടെ 4 ആഡ് ചെയ്ത് 200 ആയി. സോറി, 1956ന്റെ കൂടെ 44 ആഡ് ചെയ്യുമ്പോഴാണ് 44 100, അപ്പോൾ 144.
ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങോട്ടുള്ള നമ്പേഴ്സിന്റെ പ്രത്യേകത എഴുതുന്നത് 12ന്റെ സ്ക്വയർ 13, 14. അപ്പൊ ഇവിടെ 15ന്റെ സ്ക്വയറായി 225. ഇവിടെ 16ന്റെ ഓക്കെ ഇവിടെ നിങ്ങോട്ട് ആഡ് ചെയ്താണല്ലോ പോയിരിക്കുന്നത്. ഇവിടെ നിങ്ങോട്ട് ആഡ് ചെയ്തു, ഇവിടെ നിങ്ങോട്ട് ആഡ് ചെയ്തു, ഇവിടെ നിങ്ങോട്ട് ആഡ് ചെയ്തു. ഇവിടെ നിങ്ങോട്ട് ആഡ് ചെയ്യുന്നത് എത്രയായിരിക്കും? 16ന്റെ സ്ക്വയർ 12, 13, 14, 15. 16ന്റെ സ്ക്വയർ സോറി 12, 13, 12, 12, 14 സോറി 12ന്റെ സ്ക്വയർ, ഇത് 14ന്റെ സ്ക്വയർ ആണ്, ഇത് 16ന്റെ സ്ക്വയർ ആണ്. സോറി സോറി ഇപ്പൊ ഇവിടെ 18ന്റെ സ്ക്വയർ ആണ്. 18ന്റെ സ്ക്വയർ 324. പിന്നെ ഇങ്ങോട്ട് 20ന്റെ സ്ക്വയർ ആയ 400. ഓക്കെ, ഇപ്പൊ കറക്റ്റ് ആയി. അപ്പൊ ഈ വ്യത്യാസം Q മൈനസ് 400 ഇവിടുത്തെ കറക്റ്റ് ആണല്ലോ. ഇവിടുത്തെ നമ്പറിൽ നിന്ന് 400 കുറഞ്ഞതാണ് ഇങ്ങോട്ട്. ഓക്കെ, നമുക്ക് ഇനി ക്യൂവും കൂടെ കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടുത്തെ നമ്പർ കറക്റ്റ് എഴുതി കഴിഞ്ഞാൽ 2380172 2380172 കൂടെ ആഡ് ചെയ്താൽ 2 8 7s are 50 52552 ആയിരിക്കും ഈ നമ്പർ. ഓക്കെ, അതിൽ നിന്ന് എത്ര ആഡ് ചെയ്യണം? 324 ആഡ് ചെയ്യണം. അപ്പൊ 2876. ഓക്കെ, അതിൻ്റെ കൂടെ 400 കൂടെ ആഡ് ചെയ്താൽ 3276 ആയിരിക്കും. ഓക്കെ, 3276 400 മൈനസ് ചെയ്യുന്നപ്പോ ഇവിടുന്ന് ഇങ്ങോട്ടാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ കുറഞ്ഞാണ് വരുന്നത്. ഇവിടുന്ന് തിരിച്ചങ്ങോട്ട് പോകുമ്പോഴാണ് കൂടുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ട് കൂടും, ഇങ്ങോട്ട് കൂടും, ഇങ്ങോട്ട് കൂടും. ഓക്കെ, അപ്പൊ നമുക്ക് പിയും ക്യൂവും എല്ലാം കിട്ടി. 3276 ആണ് ക്യൂ. പി എത്രയാണ്? 680. ഓക്കെ, ഇനി നമുക്ക് ആൻസേഴ്സ് ചെയ്യാം. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് പി ടു ക്യൂ. പിന്റെ ക്യൂവിന്റെ റേഷ്യോ ആണ്. പി എത്രയായിരുന്നു? 618. ക്യൂ എത്രയായിരുന്നു? 3276. 4 കൊണ്ട് ക്യാൻസൽ ചെയ്യാമല്ലോ. ഒരു 4 4, 28 7 4 28, 170 വരും. ഇവിടെ 8 4 32. പിന്നെ ഇവിടെ 7-നകത്ത് ഒരു പ്രാവശ്യം അടങ്ങത്തുള്ളൂ. 36 819, 170 890. വേറെ ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. സോ ഇതായിരിക്കും അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് റൂട്ട് ഓഫ് പി മൈനസ് 4. പി എത്രയായിരുന്നു? 680 ആയിരുന്നു. 680 4 മൈനസ് 676. 676ന്റെ റൂട്ട് എത്രയാണ്? 26. 625ന്റെ സ്ക്വയർ എത്രയാണ്? 625. അപ്പൊ 26ന്റെയാണ് 676. ഓക്കെ, നമ്പർ സീരീസിൽ നിന്ന് ഈ 2 ക്വസ്റ്റ്യൻസും ആയിരുന്നു ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ഇത് സോൾവ് ചെയ്യാൻ നമുക്ക് കുറച്ച് സമയം എടുക്കുക. അതിൽ പി കണ്ടുപിടിക്കണം. അതിലും താഴത്തെ ക്യൂവിലോട്ട് വരാനാണ് കുറച്ച് കാൽക്കുലേഷൻസ് ഉണ്ട്. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതായിരുന്നു. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ബാക്കി ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.